ശരി നിതിൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP PJ അലക്സാണ്ടറിനെ കുറ്റവിമുക്തനാക്കി. അലക്സാണ്ടർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവില്ലെന്ന് തിരുവനന്തപുരം പ്രത്യേക CBI കോടതി ഉത്തരവിൽ പറയുന്നു. സിജോ വി ജോൺ ആണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഈ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുൻ DGP എങ്ങനെയാണ് കുറ്റവിമുക്തനാകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം CBI കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ചാണ് കോടതി ഇതിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയിരുന്നത്. ഈ റിപ്പോർട്ട് അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായിരുന്നു എന്നായിരുന്നു. പക്ഷേ ഈ രേഖകൾ പരിശോധിച്ചുള്ള കോടതി അത്തരത്തിൽ കണ്ടെത്താനാവില്ല, നിഗമനത്തിലേക്ക് എത്താനാവില്ല എന്നൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. 1980 മുതൽ 1980 മുതൽ 91 വരെയുള്ള കാലയളവിൽ അദ്ദേഹം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ MD ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ 68 ലക്ഷം രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ വസ്തുക്കളും അതിൽ നിന്ന് വരുമാനവുമുണ്ട്. അതൊന്നും ഇതിന്റെ കൂടെ കണക്ക് കൂട്ടിയിട്ടില്ല. അതാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ആ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇത് അനധികൃതമായി സമ്പാദിച്ചതല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്.